ലോകത്തെ ഏറ്റവും വലിയ എട്ടാമത്തെ നാവികശക്തിയാണ് നമ്മുടെ ഇന്ത്യൻ നാവികസേന എന്നത്. കരസേനയും വ്യോമസേനയും നടത്തിയ ദൗത്യങ്ങളെപ്പറ്റി അഭിമാനത്തോടെയും ധീരതയോടെയും വിവിധ കഥകൾ നമ്മൾ പറയുമ്പോൾ ഇന്ത്യൻ കടൽത്തീരത്ത് കവചമായി നിലകൊള്ളുന്ന നമ്മുടെ നാവികസേനയെപ്പറ്റി അങ്ങനെ നമ്മൾ ആരും സംസാരിക്കാറില്ല. വർഷം 1965 പാകിസ്ഥാൻ ദ്വാരകയിൽ നടത്തിയ ആക്രമണത്തിന് കാരണം ഇന്ത്യൻ നാവികസേനയുടെ കഴിവില്ലായ്മ മൂലമാണ് എന്നാരോപിച്ചുകൊണ്ട് വിവിധ ആക്ഷേപങ്ങൾ പാർലമെന്റിൽ അന്ന് ഉയർന്നു വന്നിരുന്നു. ഇങ്ങനെയുള്ള ചർച്ചകൾ ഒക്കെ നടന്നതിനെ തുടർന്ന് തങ്ങളുടെ ശക്തി രാജ്യത്തെ ജനങ്ങൾക്കിടയിലും ലോകത്തിന് മുന്നിൽ തന്നെയും ഉയർത്തിക്കാട്ടണമെന്നത് നേവിയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ആയിരുന്നു. എന്നാൽ കാലം ആ ആവേശത്തിനുള്ള ഒരു അവസരം നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പരിഹാസം നടത്തിയവരുടെ വായടപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ തുറമുഖ നഗരമായ കറാച്ചിയിൽ 1971 ഡിസംബർ 4 അർദ്ധരാത്രിയിൽ അഡ്മിറൽ SM നന്ദയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാവികസേന സംഹാര താണ്ഡവമാണ് നടത്തിയത്. അമേരിക്കയും ബ്രിട്ടനെയും ചൈനയും ഞെട്ടിച്ച ഈ ആക്രമണം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം സമുദ്രത്തിൽ വെച്ച് നടക്കുന്ന ഏറ്റവും വലിയ മിന്നലാക്രമണം ആയിരുന്നു. സുഹൃത്തുക്കളെ നമസ്കാരം, ഞാൻ ഗോകുൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ നാവികസേനയുടെ കരുത്തും ശക്തിയും ഉയർത്തിക്കാട്ടാൻ കാരണമായി മാറിയ ഓപ്പറേഷൻ ട്രൈഡന്റിനെ പറ്റിയും ഓപ്പറേഷൻ പൈത്തനെ പറ്റിയും ആണ്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തെപ്പറ്റി മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒരു വലിയ യുദ്ധത്തിന്റെ ചരിത്രത്തെപ്പറ്റി മുഴുവനായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചരിത്രപരമായിട്ടുള്ള വസ്തുതകളും സംഭവബഹുലമായ യഥാർത്ഥത്തിൽ നടന്ന കഥകളും സാമൂഹ്യപരമായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയുമൊക്കെയാണ് ഈ ചാനലിൽ വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ അറിവുകൾക്ക് ക്ഷാമം നേരിടുന്ന ഈ സമയത്ത് നിങ്ങൾക്കിടയിലേക്ക് പല പുതിയ അറിവുകളും ഈ ചാനലിലൂടെ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. വർഷം 1971 ഡിസംബർ 4-5 തീയതികളിൽ പാകിസ്ഥാന്റെ തുറമുഖ നഗരമായ കറാച്ചിയിൽ ഇന്ത്യൻ നാവികസേന നടത്തിയ ഒരു മിന്നലാക്രമണത്തെയാണ് ഓപ്പറേഷൻ ട്രൈഡന്റ് എന്ന് പറയുന്നത്. ഈ ആക്രമണത്തിന്റെ ഭാഗമായുള്ള വിജയത്തെ തുടർന്നാണ് എല്ലാ വർഷവും ഡിസംബർ 4 നമ്മുടെ രാജ്യം നാവികസേനാ ദിനമായി ആഘോഷിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പൊതുവെ ഉണ്ടാകാൻ ഇടയുള്ള ഒരു സംശയമായിരിക്കും, പാകിസ്ഥാനിൽ ധാരാളം തുറമുഖങ്ങൾ ഉണ്ടായിട്ടും എന്തിനാണ് ഇന്ത്യൻ നാവികസേന കറാച്ചി തുറമുഖത്തെ ഒരു ആക്രമണത്തിനെ തിരഞ്ഞെടുത്തത് എന്ന്. അതിന് പിറകിൽ പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ നാവിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഈ കറാച്ചിയിൽ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ ധാരാളം കപ്പലുകൾക്ക് നാശനഷ്ടം സംഭവിക്കുമെന്നതിനാൽ അത് പാകിസ്ഥാനെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കും. അടുത്ത രണ്ടാമത്തെ ഫാക്ട് എന്നത് മറ്റ് വിദേശ രാജ്യങ്ങളുമായുള്ള പാകിസ്ഥാന്റെ മുഴുവൻ സമുദ്ര വ്യാപാരങ്ങളും നടക്കുന്നത് ഈ തുറമുഖത്തെ കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ആക്രമണം നടന്നാൽ അത് ഈ വ്യാപാരങ്ങളെ നിശ്ചലമാക്കുകയും വൻ സാമ്പത്തിക പ്രതിസന്ധി പാകിസ്ഥാന് നേരിടേണ്ടി വരികയും ചെയ്യും. ഈ 2 കാരണങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മുടെ നാവികസേന ഇങ്ങനെയൊരു ആക്രമണം പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊരു ആക്രമണത്തിന് പിന്നിലെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഈ ദൗത്യത്തിലേക്ക് ഇന്ത്യൻ നാവികസേന ഇറങ്ങിയതിന്റെ പിന്നാമ്പുറങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിൽ നടന്ന സംഘർഷങ്ങളാണ് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ മൂല കാരണമെന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളെ എല്ലാ അവകാശങ്ങളും ഉണ്ടായിരുന്ന പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഭരണാധികാരികൾ അതിക്രൂരമായാണ് ചൂഷണം ചെയ്തിരുന്നത്. അവരുടെ അവകാശങ്ങൾ എല്ലാം ഇല്ലാതാക്കുന്നു, ആളുകളെ കൊല ചെയ്യുന്നു, സ്ത്രീകളെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നു തുടങ്ങി ബംഗ്ലാദേശികളെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ പാകിസ്ഥാൻ ഭരണകൂടം തങ്ങളുടെ ദുഷ്ടപ്രവൃത്തികൾ കിഴക്കൻ പാകിസ്ഥാന് എതിരെ നടമാടുന്നു. 1970 തെരഞ്ഞെടുപ്പിൽ കിഴക്കൻ പാകിസ്ഥാനിലെ അവാമി ലീഗ് ഭൂരിപക്ഷം നേടിയെങ്കിലും പാകിസ്ഥാന്റെ പ്രസിഡന്റായിരുന്ന യാഹ്യ ഖാൻ അധികാരം വിട്ടു നൽകാൻ തയ്യാറാകുന്നില്ല. ഇതിനെ തുടർന്ന് കിഴക്കൻ പാകിസ്ഥാനിൽ അവാമി ലീഗിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. തുടർന്ന് ഇതിന്റെ ഭാഗമായി ചില വിപ്ലവ നേതാക്കൾ മുക്തി ബാഹിനി എന്ന പേരിൽ ഒരു ഗറില്ല സേനയൊക്കെ രൂപീകരിക്കുന്നുണ്ട്. എന്നാൽ പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഈ വിപ്ലവങ്ങളെ എല്ലാം സൈനിക ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തുന്നു. ഈ സമയത്ത് സാധാരണക്കാരായ കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് രക്ഷ നേടാൻ ഒരേ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ, നാട് വിടുക എന്നതായിരുന്നു അവർക്ക് തോന്നിയ ആശയം എന്നത്. ഇന്ന് മണിപ്പൂരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കാരണം പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സംസ്ഥാനത്തിലെ ജനങ്ങളെപ്പറ്റി നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. അതുപോലെ തന്നെയായിരുന്നു കിഴക്കൻ പാകിസ്ഥാനിലെ അവസ്ഥയും. അവർക്ക് ചൈനയിലോ മ്യാൻമാറിലോ നേപ്പാളിലോ ഒന്നും പോകാൻ കഴിയുമായിരുന്നില്ല. ഒരേ ഒരു ആശ്രയം ഇന്ത്യ മാത്രമായിരുന്നു. തുടർന്ന് ബംഗ്ലാദേശ് ഇന്ത്യൻ അതിർത്തികൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു. ഇരു കൈയും നീട്ടിയാണ് നമ്മുടെ രാജ്യം അവരെ സ്വാഗതം ചെയ്തത്. ആസാം, പശ്ചിമ ബംഗാൾ, ബീഹാർ, ത്രിപുര എന്നിവിടങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകൾ തുറക്കുന്നു.
ഏകദേശം 10 ലക്ഷത്തോളം ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത്. നിലവിൽ വലിയ പുരോഗതി കൈവരിക്കാത്ത ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഈ അഭയാർത്ഥി പ്രവാഹം വലിയ രീതിയിൽ തന്നെയാണ് ബാധിച്ചത്. തുടർന്ന് 1971 മാർച്ച് 27 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി കിഴക്കൻ പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ ആർമി മുക്തിബാഹിനി സേനാംഗങ്ങൾക്ക് പരിശീലനവും നൽകുന്നു. ഇന്ത്യ കിഴക്കൻ പാകിസ്ഥാനെ സഹായിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും എന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ ഭരണകൂടം ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കുന്നു. ഇതിന്റെ ഭാഗമായി 1971 ഡിസംബർ 3 വൈകിട്ട് 5:40 ആഗ്ര ഉൾപ്പെടെയുള്ള വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ 11 എയർ ബേസുകളിൽ പാകിസ്ഥാൻ വ്യോമസേന മിന്നലാക്രമണം നടത്തുന്നു. ഓപ്പറേഷൻ ചെങ്കിസ് എന്ന് പേര് നൽകിയ ഈ ദൗത്യം പാകിസ്ഥാൻ നടത്തിയത് 6 ഡേ വാർ എന്നറിയപ്പെടുന്ന യുദ്ധത്തിൽ ഇസ്രായേൽ അറബ് രാജ്യങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ്. ഇതിനെ തുടർന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി റേഡിയോയിൽ കൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഉടൻ തന്നെ ശ്രീമതി ഇന്ദിരാഗാന്ധി കരസേനയുടെയും വ്യോമസേനയുടെയും നാവികസേനയുടെയും മേധാവികളുമായി ചർച്ചകൾ നടത്തുന്നു. ഒരു ദാക്ഷിണ്യവും കൂടാതെ ആക്രമണം ആരംഭിച്ചോളൂ എന്ന് തന്നെയായിരുന്നു ഇന്ദിരാഗാന്ധി കരസേനയ്ക്കും വ്യോമസേനയ്ക്കും നിർദ്ദേശം നൽകിയത്. തുടർന്ന് ഡിസംബർ 3 അർദ്ധരാത്രി മുതൽ ഇന്ത്യൻ എയർഫോഴ്സ് വിമാനങ്ങൾ പാകിസ്ഥാന്റെ മണ്ണിൽ തങ്ങളുടെ ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇന്ത്യൻ കരസേനയും പടിഞ്ഞാറൻ പാകിസ്ഥാനെതിരെ തങ്ങളുടെ പോരാട്ടങ്ങൾ ആരംഭിക്കുന്നു. എന്നാൽ ഇന്ത്യൻ നാവികസേനയുടെ റോൾ അപ്പോഴും അധികാരികൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയം തന്നെ ആയിരുന്നു. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും പാകിസ്ഥാൻ നാവികസേന ദ്വാരകയിൽ നടത്തിയ ആക്രമണത്തിലും ഒക്കെ ഇന്ത്യൻ നാവികസേനയുടെ പ്രതികരണത്തിലെ പോരായ്മ പാർലമെന്റിൽ അടക്കം ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. എന്നാൽ 1971 ഈ യുദ്ധം ഇന്ത്യൻ നാവികസേനയ്ക്ക് തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പോരാടാൻ ലഭിച്ച ഏറ്റവും വലിയ ഒരു അവസരമായിരുന്നു. ഇവിടെയാണ് SM നന്ദ എന്ന മനുഷ്യന് നമ്മൾ വലിയൊരു സല്യൂട്ട് കൊടുക്കേണ്ടത്. ഇന്ത്യൻ നാവികസേനയുടെ 8ാമത്തെ മേധാവിയായിരുന്ന അഡ്മിറൽ സർദാരിലാൽ മത്രദാസ് നന്ദ എന്ന ഈ മനുഷ്യന്റെ തലയിൽ ഉദിച്ച ബുദ്ധിയായിരുന്നു പാകിസ്ഥാന്റെ കറാച്ചി തുറമുഖത്ത് ആക്രമണം നടത്തുക എന്നത്. കറാച്ചി തുറമുഖത്തിന്റെ പ്രസക്തിയെപ്പറ്റി നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു എങ്കിലും അതിനെപ്പറ്റി വിശദമായി പറയുകയാണെങ്കിൽ നാവികസേനയുടെ ആസ്ഥാനമായതുകൊണ്ട് തന്നെ നാവികസേന ഉദ്യോഗസ്ഥരുടെ താവളം കൂടിയായിരുന്നു ഇവിടം. വ്യാപാര സംബന്ധിയായ ധാരാളം കപ്പലുകൾ വിദേശങ്ങളിൽ നിന്ന് ഇവിടേക്ക് ചരക്കു നീക്കം നടത്തുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ പ്രതിരോധത്തിലും സുരക്ഷയിലും ഒക്കെ പാകിസ്ഥാൻ ഭരണകൂടം കറാച്ചി തുറമുഖത്തിന്റെ സുരക്ഷിതത്വത്തിന് വലിയ അളവിൽ പ്രാധാന്യം നൽകിയിരുന്നു. എയർക്രാഫ്റ്റുകളിൽ നിന്നുള്ള സംരക്ഷണം അടക്കം വൻതോതിൽ ഇവിടം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിൽ ആയിരുന്നു. ഡൽഹിയിലെ ഇന്ത്യൻ നാവിക ആസ്ഥാനത്ത് ഒരു പോരാട്ടത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നു. സോവിയറ്റ് യൂണിയനിൽ നിന്ന് വാങ്ങിയ 3 ഒസ ക്ലാസ് മിസൈൽ ബോട്ടുകൾ ഈ ആക്രമണത്തിനെ സജ്ജീകരിച്ചു. ആ ബോട്ടുകൾ പേരുകൾ INS നിപത്, INS നിർക്കട്ട്, INS വീർ എന്നിങ്ങനെ ആയിരുന്നു. ഒരു ചെറിയ ബോട്ടിന്റെ അത്രയും മാത്രം വലിപ്പമുള്ള ഇവയെ ആക്രമണത്തിനെ തിരഞ്ഞെടുത്തതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ ശത്രുവിന്റെ കണ്ണിൽ പെടുന്നതിന് മുമ്പ് തന്നെ ശതവേഗത്തിൽ ആക്രമണം നടത്തി ഇവയ്ക്ക് തിരിച്ചു വരാൻ സാധിക്കുമായിരുന്നു. 2ാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനാണ് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ഈ ഒസ ക്ലാസ് മിസൈൽ ബോട്ടുകൾ നിർമ്മിക്കുന്നത്. അങ്ങനെ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം അഡ്മിറൽ SM നന്ദ കമാൻഡറായ ബാബുർഖാൻ യാദവിനെ ഏൽപ്പിക്കുകയാണ്. തുടർന്ന് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നു. ഈ ബോട്ടുകൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിവില്ലാത്തതിനാൽ മുംബൈയിൽ നിന്ന് പോർബന്തറിലേക്ക് ഒരു ഷിപ്പിൽ വലിച്ചുകൊണ്ടു പോകുകയാണ് ഉണ്ടായത്. പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് രാത്രികാല ആക്രമണ ശേഷി ഇല്ലാത്തത് ഒരു പോരായ്മ ആയതുകൊണ്ട് തന്നെ കറാച്ചിയെ തരിപ്പണമാക്കാൻ സംഘം തെരഞ്ഞെടുത്തത് സന്ധ്യയ്ക്കും പ്രഭാതത്തിനും ഇടയിലുള്ള സമയത്തെ ആണ്. 1971 ഡിസംബർ 4 പാകിസ്ഥാൻ നാവികസേനയുടെയും വ്യോമസേനയുടെയും റഡാർ നിരീക്ഷണത്തിന് പുറത്ത് കറാച്ചിയിൽ നിന്ന് ഏകദേശം 460 കിലോമീറ്റർ തെക്ക് ഭാഗത്ത് സംഘം എത്തുന്നു. സമയം കടന്നു പോകുന്നു. സൂര്യൻ അസ്തമിക്കുന്നതിനോട് ചേർന്ന് കൊണ്ട് തന്നെ ആകാശം ഇരുണ്ടു തുടങ്ങുന്നു. സംഘം പതിയെ കറാച്ചി തുറമുഖത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. അപ്പോഴാണ് പാകിസ്ഥാന്റെ നാവിക കപ്പലായ PNS ഖൈബർ ടാസ്ക് ഫോഴ്സിന്റെ കണ്ണുകളിൽ പെടുന്നത്. തുടർന്ന് INS നിർക്കട്ടിൽ നിന്ന് ഒരു മിസൈൽ PNS ഖൈബറിനെ ലക്ഷ്യമാക്കി കുതിക്കുന്നു. കപ്പലിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകരുമ്പോൾ പോലും പാകിസ്ഥാൻ നാവികർ വിചാരിച്ചത് വിമാനത്തിൽ നിന്നുള്ള ആക്രമണമായിരിക്കും ഇത് എന്നാണ്. എന്നാൽ അവർക്കൊന്ന് തീരുമാനമെടുക്കാൻ പോലും അവസരം കൊടുക്കാതെ നിർക്കട്ടിൽ നിന്ന് 2ാമത്തെ മിസൈൽ ഖൈബറിന്റെ എഞ്ചിൻ ഭാഗത്തേക്ക് കുതിച്ചു. കപ്പലിലുണ്ടായിരുന്ന 222 നാവികരും കൊല്ലപ്പെട്ടു. ഖൈബർ കടലിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിത്തുടങ്ങിയിരുന്നു. ഇവിടെയാണ് ഒസ ക്ലാസ് മിസൈൽ ബോട്ടുകളുടെ ശക്തി എന്നത്. ശത്രുവിന്റെ കണ്ണിൽപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവയ്ക്ക് ശക്തമായ ആക്രമണം നടത്താൻ സാധിക്കും. അങ്ങനെ സംഘം മുന്നോട്ട് നീങ്ങുന്നു. അപ്പോഴാണ് വേറൊരു കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ കണ്ണിൽപ്പെടുന്നത്. പക്ഷേ ആ കപ്പൽ പാകിസ്ഥാന്റെ ആയിരുന്നില്ല, അതൊരു അമേരിക്കൻ ഷിപ്പ് ആയിരുന്നു. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ 1971 യുദ്ധത്തിൽ ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ സഹായം നൽകിയത് അമേരിക്കയും ചൈനയും ആയിരുന്നു. അത് നമ്മുടെ സൈനികർക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അമേരിക്കയുടെ MV വീനസ് ചലഞ്ചർ എന്ന ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് പാകിസ്ഥാന് വേണ്ടിയുള്ള സ്ഫോടക വസ്തുക്കൾ ആയിരുന്നു.
വീനസ് ചലഞ്ചറിനെ ഞങ്ങളിങ്ങ് എടുക്കുക എന്ന ഒരു മൈൻഡ് സെറ്റോടെ INS നിപത്തിൽ നിന്നും വീനസ് ചലഞ്ചറിന് നേരെ ഒരു മിസൈൽ പാഞ്ഞു. മുഴുവൻ സ്ഫോടക വസ്തുക്കൾ ആയിരുന്നത് കൊണ്ട് തന്നെ കപ്പൽ മുഴുവൻ ക്ഷണനേരം കൊണ്ട് പൊട്ടിത്തെറിച്ചു. ആ സമയം അവിടെ നിരീക്ഷണം നടത്തിയിരുന്ന PNS ഷാജഹാൻ എന്ന കപ്പൽ ഈ ഭാഗത്തേക്ക് തിരിക്കുന്നു. എന്നാൽ ഷാജഹാന് നേരെ നിപത്തിൽ നിന്നും മിസൈലുകൾ പാഞ്ഞെത്തി. അങ്ങനെ ഷാജഹാന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായി. തുടർന്ന് സംഘം തുറമുഖത്തിന് സമീപം എത്തുന്നു. അപ്പോഴാണ് പാകിസ്ഥാന്റെ മൈൻ സ്വീപ്പർ കപ്പലായ മുഹാഫിസ് ഇന്ത്യൻ നേവിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്താണ് ഈ മൈൻ സ്വീപ്പർ ഷിപ്പ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പട്ടാളക്കാർ ശത്രുക്കളുടെ താവളങ്ങളിൽ നുഴഞ്ഞു കയറുന്ന സമയത്ത് എതിരാളികൾ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്ന മൈനുകളിൽ ചവിട്ടുകയും കാല് മാറ്റുമ്പോൾ പൊട്ടിത്തെറിച്ച് പട്ടാളക്കാർ മരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ കടലിന്റെ ഉപരിതലങ്ങളിലും മൈനുകൾ സ്ഥാപിക്കുന്നു. അന്തർവാഹിനികളെയോ ഉപരിതലത്തിൽ കൂടി സഞ്ചരിക്കുന്ന കപ്പലുകളെയോ ഇല്ലാതാക്കാനാണ് ഇവ സ്ഥാപിക്കുന്നത്. ഇവയെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ കപ്പലുകൾ ഉപയോഗിക്കുന്നത്. ഈ മൈനുകൾ പ്രവർത്തനരഹിതമാക്കുന്നതിന് വേണ്ടി സ്വീപ്പ് എന്നറിയപ്പെടുന്ന മെക്കാനിക്കൽ ഉപകരണങ്ങൾ മൈൻ സ്വീപ്പറിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ മൈൻ സ്വീപ്പർ ഷിപ്പായ മുഹാഫിസിനെ ലക്ഷ്യമാക്കി INS വീറിൽ നിന്ന് മിസൈലുകൾ പാഞ്ഞു. മുഹാഫിസ് തകർന്ന് തരിപ്പണമാകുകയും അതിലുണ്ടായിരുന്ന 33 നാവികരും കൊല്ലപ്പെടുകയുമാണ് ഉണ്ടായത്. ഇത്രയൊക്കെ നടന്നപ്പോഴേക്കും പാകിസ്ഥാൻ ആസ്ഥാനത്ത് ഇങ്ങനെയൊരു ആക്രമണം നടക്കുന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചു. എന്നാൽ അവർ ഒരുപാട് വൈകിപ്പോയിരുന്നു. നമ്മുടെ നാവികസേന അടുത്തതായി പ്ലാൻ ചെയ്തിരുന്നത് കറാച്ചി തുറമുഖത്ത് വലിയൊരു സ്ഫോടനം നടത്താനായിരുന്നു. ഇതിന്റെ ഭാഗമായി INS നിപത്തിൽ നിന്ന് പാകിസ്ഥാന്റെ എണ്ണ സംഭരണ ടാങ്കുകളിലേക്ക് മിസൈലുകൾ പാഞ്ഞു. തുടർന്ന് സംഘം ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആരംഭിച്ചു. ഡൽഹിയിലെ ഇന്ത്യൻ നേവി ആസ്ഥാനത്ത് ഒരു റേഡിയോ ശബ്ദം പ്രത്യക്ഷപ്പെട്ടു: ഓപ്പറേഷൻ സക്സസ്. എന്നാൽ കറാച്ചിയിലെ ഇന്ത്യൻ സംഭരണശാലകൾ പൂർണ്ണമായി നശിപ്പിക്കാൻ നമ്മുടെ നാവികസേനയ്ക്ക് സാധിച്ചില്ല. പക്ഷേ അതിനുള്ള അവസരം അവർക്ക് നൽകാൻ കാലം കാത്തുവച്ചിരുന്നു. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പാകിസ്ഥാന് വലിയൊരു നാണക്കേടായി മാറിയിരുന്നു ഈ ആക്രമണം. തങ്ങൾക്ക് വലിയ നഷ്ടം വരുത്തിവെച്ച ഇന്ത്യയോട് ഒരു പ്രതികരണം അഥവാ തിരിച്ചടി നടത്താൻ പാകിസ്ഥാൻ തീരുമാനിച്ചു. ഏകദേശം $3 ബില്യൺ ഈ ഒരു ആക്രമണത്തിന്റെ ഭാഗമായി പാകിസ്ഥാന് നഷ്ടം സംഭവിച്ചത്. കൂടാതെ INS വിക്രാന്തിന്റെ ഭാഗത്ത് നിന്ന് കിഴക്കൻ പാകിസ്ഥാന്റെ തീരഭാഗങ്ങളിലും വൻ നാശനഷ്ടം ഉണ്ടാക്കി. ഇതെല്ലാം കൂട്ടിച്ചേർത്തപ്പോൾ പാകിസ്ഥാന്റെ പ്രതികാര മനോഭാവം ഇരട്ടിച്ചു. ഇതിനെ തുടർന്ന് ഗുജറാത്തിലെ ഓഖ ജെട്ടിയിൽ പാകിസ്ഥാൻ വ്യോമസേന യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. എന്നാൽ ഇത് മുൻകൂട്ടി കണ്ടിരുന്ന ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പലുകളെയും മിസൈൽ ബോട്ടുകളെയും എല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. ഓഖ ജെട്ടിയിൽ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസിയായ റോ ഇന്ത്യൻ നേവിക്ക് വിവരം നൽകിയിരുന്നു എന്നും ചില ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. ഓഖ തീരത്ത് നമ്മുടെ ഇന്ധന ശേഖരം തകർന്നതോടെ ഇനി പാകിസ്ഥാൻ ഒരു ചെറുവിരൽ പോലും അനക്കാൻ മുതിരാത്ത മട്ടിൽ ഒരു പാഠം പഠിപ്പിക്കാൻ ഇന്ത്യൻ നാവികസേന തീരുമാനിക്കുന്നു. ഇതിനെ തുടർന്ന് വീണ്ടും പാകിസ്ഥാന് നേരെ നമ്മുടെ നാവിക സംഘം നടത്തിയ ഒരു ദൗത്യം ആയിരുന്നു ഓപ്പറേഷൻ പൈത്തൺ എന്നത്. 1971 ഡിസംബർ 8 രാത്രി 10 മണിക്ക് INS തൽവാർ, INS തൃശൂൽ എന്നീ ഫ്രിഗേറ്റുകൾക്കൊപ്പം INS വിശാൽ എന്ന മറ്റൊരു മിസൈൽ ബോട്ടും കറാച്ചി തീരത്ത് എത്തുന്നു. തുടർന്ന് പെട്രോളിംഗ് കപ്പലുകൾക്ക് നേരെ വലിയ തരത്തിലുള്ള ആക്രമണം നടത്തുന്നു. വിനാശിൽ നിന്നുള്ള മിസൈലുകൾ PNS ധാക്ക എന്ന കപ്പലിനെയും ബ്രിട്ടീഷ് വാണിജ്യ കപ്പലായ SS ഹാർമട്ടനെയും തകർത്ത് തരിപ്പണമാക്കി. ശേഷം വിനാശിൽ നിന്നുള്ള 4 മിസൈലുകൾ കെമാരി ഓയിൽ ടാങ്കുകളിൽ വൻ സ്ഫോടനം സൃഷ്ടിച്ചു. തുറമുഖത്തെ ഒരു തീകോളമാക്കി മാറ്റിയ ഇന്ത്യയുടെ ഈ ആക്രമണം ഒരടി അനങ്ങാൻ സാധിക്കാത്ത മട്ടിൽ പാകിസ്ഥാൻ നാവികസേനയെ നിശ്ചലമാക്കി കളഞ്ഞു. കെമാരി ഇന്ധന ടാങ്കുകൾ പൊട്ടിത്തെറിച്ചതോടെ പാകിസ്ഥാന്റെ ഇന്ധന ശേഖരത്തെ അത് പൂർണ്ണമായി ബാധിച്ചു. കറാച്ചിയിലും കിഴക്കൻ പാകിസ്ഥാനിലെ തുറമുഖങ്ങളിലും ഇന്ത്യ പൂർണ്ണമായി നിയന്ത്രണം കൈക്കലാക്കുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യൻ നാവികസേന പാകിസ്ഥാൻ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി നൽകിക്കൊണ്ട് തങ്ങളുടെ മഹത്വം ഉയർത്തിപ്പിടിച്ചു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ വിജയമധുരത്തിന് പിന്നിൽ റഷ്യയുടെ സഹായം വളരെ വലുതാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തെ ആളുകൾ പറയാറുണ്ട്, ഇന്ത്യക്കൊരു അന്താരാഷ്ട്ര പ്രശ്നം വന്നാൽ റഷ്യ ഉറപ്പായും ഇന്ത്യയുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന്. കാരണം അത്രയ്ക്ക് ദൃഢമായ ഉരുക്ക് ബന്ധമാണ് ഇന്ത്യ റഷ്യ കൂട്ടുകെട്ട് എന്നത്. അതുകൊണ്ട് തന്നെയാണ് റഷ്യ ഉക്രൈൻ യുദ്ധസമയത്ത് ലോകം മുഴുവൻ ഇന്ത്യയുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി കാതോർത്തതും. 1971 ഓഗസ്റ്റ് 9 സമാധാന സൗഹൃദ കരാർ ഉടമ്പടിയിൽ ഇന്ത്യ സോവിയറ്റ് യൂണിയനുമായി ഒപ്പുവെക്കുന്നത്. ഇതിന്റെ ഭാഗമായി മിസൈൽ ബോട്ടുകൾ അടക്കമുള്ള സജ്ജീകരണ പ്രതിരോധ ആക്രമണ സംവിധാനങ്ങൾ റഷ്യ ഇന്ത്യക്ക് കൈമാറുന്നു. അക്കാലത്ത് ബ്രിട്ടൻ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളുമായി പാകിസ്ഥാൻ വലിയ രീതിയിൽ സൗഹൃദ ബന്ധം സ്ഥാപിച്ചിരുന്നു. 1971 യുദ്ധസമയത്ത് ബ്രിട്ടനും അമേരിക്കയും പാകിസ്ഥാന് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു.
ഓപ്പറേഷൻ പൈത്തൺ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും യുദ്ധക്കപ്പലുകൾ അറബിക്കടൽ കീറിമുറിച്ച് എത്തിയെങ്കിലും സോവിയറ്റ് യൂണിയന്റെ സബ്മറൈനുകളും യുദ്ധക്കപ്പലുകളും യുഎസിനെയും ബ്രിട്ടനെയും പിൻവാങ്ങാൻ പ്രേരിപ്പിച്ചു. ഓപ്പറേഷൻ ട്രൈഡന്റിന്റെയും പൈത്തന്റെയും വിജയത്തെ തുടർന്ന് ബാബർ ഖാൻ യാദവ് അടക്കമുള്ളവർക്ക് രാജ്യം മഹാവീർ ചക്ര നൽകി ആദരിച്ചു. അപ്പോൾ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ ഇന്ത്യൻ നാവികസേനയുടെ പ്രാധാന്യത്തെപ്പറ്റിയും സംഭാവനകളെപ്പറ്റിയും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായി പറഞ്ഞു തരാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവുകൾ ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു പുതിയ വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.